ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് ബേസിക്സ് സ്ട്രക്ചറൽ കൺസെപ്റ്റ്സ് ഓഫ് MIS എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കാദ്യം MIS എന്താണെന്ന് നോക്കാം. അപ്പം MIS എന്താ ഭൂരിഭാഗം പേർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻ്റായിട്ടുള്ള പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. MIS is an integrated man-machine system that provides information to support planning and control function of managers in an organization. എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ഓപ്പറേഷനും പ്ലാനിങ്ങും ഒക്കെ സ്മൂത്തായിട്ട് കൺട്രോൾ ചെയ്യാനും അതൊക്കെ എന്താ പറയുക നടത്താനുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഇൻഫോർമേഷൻ മാനേജേഴ്സിന് കൊടുക്കുന്നൊരു സിസ്റ്റമാണ് MIS. പിന്നെ MIS can also be defined as the combination of human and computer-based resources that results in the collection, storage, retrieval, communication, and use of data for efficient management of operations and for business planning. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ MIS എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിനും ബിസിനസ് പ്ലാനിങ്ങിനും ഒക്കെ എഫിഷ്യൻ്റായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക നല്ല നല്ല ഇൻഫോർമേഷൻസും മാനേജേഴ്സിന് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. MIS plays an important role in management, administration and operation of management. ഈ മാനേജ്മെൻറ്റ് ഓപ്പറേഷനും പിന്നെ ഈ നടത്തിപ്പിക്കുന്ന അഡ്മിനിസ്ട്രേഷനൊക്കെ MIS വളരെ വലിയൊരു റോള് തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത് നോക്കാനുള്ളത് ആണ് നമ്മുടെ ടോപ്പിക്ക് ബേസിക് സ്ട്രക്ചറൽ കൺസെപ്റ്റ്സ് ഓഫ് MIS. MIS is a computerized system of providing information to the manager so that they can take long-term and short-term decisions in an organization. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലെ മാനേജർക്ക് ഈ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും ഉള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് MIS എന്ന് പറഞ്ഞാൽ. Certain basic concepts relating to the structure of information system are public information system, private information system, formal information system, informal information system, public formal information system, public informal information system, private formal information system and private informal information system. ഇത് നമുക്ക് ഇത് ഈ 8 തരത്തിലുള്ള ഒരു ടൈപ്സാണ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സാണ് സ്ട്രക്ചറൽ കൺസെപ്റ്റ്സ് ഓഫ് MIS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഡിഫൈൻ ചെയ്ത് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഫസ്റ്റ് വരുന്നത് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അപ്പം അതെന്താ നോക്കാം. പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം is a part of an organization and used by the relevant persons in an organization. Such informations can be utilized by all personnel who have the authority to access the information. എന്ന് വെച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക പാർട്ട് ഓഫ് ദ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒരു പാർട്ടാണ് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അത് എന്താ പറയുക ഒരു ഓർഗനൈസേഷനിൽ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കുറച്ച് ആൾക്കാർക്ക് എന്താ പറയുക അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതോറിറ്റി ഉള്ള കുറച്ച് ആൾക്കാരുള്ളൂ. അവർക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാനുള്ളത് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. Private information system. On the other hand, private information system are kept by individuals. ഇൻഡിവിജ്വൽസ് ആണ് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം കീപ്പ് ചെയ്യുന്നത്.
Private system may help the supplement the public system. They are both formal and informal system within the public and private system. ഈ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഇത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പബ്ലിക്കിൽ നിന്ന് നേരെ ഡിഫറെൻ്റ് ആണിത്. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പ്രൈവറ്റ് സിസ്റ്റം മേ ഹെൽപ്പ് സപ്ലിമെൻറ്റ് ദ പബ്ലിക് സിസ്റ്റം എന്ന് വെച്ചാൽ ഈ പബ്ലിക് സിസ്റ്റം ഒരു രീതിയിൽ പ്രൈവറ്റ് സിസ്റ്റം ആണ് പൂർത്തീകരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. There are both formal and information system in the public and private system. There are both formal and informal system. രണ്ടും ഉണ്ട്. ഫോർമലും ഇൻഫോർമൽ സിസ്റ്റമും പബ്ലിക്കിലും പ്രൈവറ്റിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. The formal information system are represented by record and documents. There are certain well-prescribed rules and procedures to be followed in formal information system. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദ ഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആർ റെപ്രസെൻറ്റഡ് ബൈ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ ഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റം മൊത്തം റെക്കോർഡ്സും ഡോക്യുമെൻറ്റ്സും ഡോക്യുമെൻറ്റ്സിൽ കൂടെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യണം. അത്ര ഉള്ളതിൽ പിന്നെ അടുത്തത് പറയുന്നത് ഇൻഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. ദ ഇൻഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഓൾസോ പ്രോസസ് ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ഓർഗനൈസേഷണൽ ഫങ്ഷനിങ്. ദ ഇൻഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഓൾസോ പ്രോസസ് ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ഓർഗനൈസേഷണൽ ഫങ്ഷനിങ്. ഇത് ഓർഗനൈസേഷണൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഇൻഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റം. But such an information system is not represented by any records and document. ഈ ഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെ പോലെ റെക്കോർഡ്സോ ഡോക്യുമെൻറ്റ്സോ വെച്ചിട്ടല്ല ഇൻഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നേരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇൻഫോർമൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫോർമൽ പബ്ലിക് ഇൻഫോർമേഷൻ സിസ്റ്റം. Management information system with its specified rules and procedures is the part of the formal public system. The system is public in the organization and it is accessible to such people who have the organizational authority to enter, retrieve data or receive reports. അത് പറഞ്ഞെന്ന് വെച്ചാൽ MISൻ്റെ സ്പെസിഫൈഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർമൽ പബ്ലിക് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ടാണെന്നാണ്. അതായത് ഫോർമൽ പബ്ലിക് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് MISൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള റൂൾസും പ്രൊസീജിയേഴ്സും. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യണം. പിന്നെ ഈ ഫോർമൽ പബ്ലിക് സിസ്റ്റം ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഓർഗനൈസേഷനിൽ അതോറിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട് ഓർഗനൈസേഷനിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള അതോറിറ്റി ഉള്ള ടീംസ് ആൾക്കാർ, ഇവർക്ക് മാത്രമേ ഈ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് ഇത് എൻ്റർ ചെയ്യുക, ഡാറ്റ റിട്രീവ് ചെയ്യുക, പിന്നെ റിപ്പോർട്ട്സൊക്കെ റിസീവ് ചെയ്യുക, അതൊക്കെ ഇവർക്ക് പറ്റും. പിന്നെ അടുത്തത് ഇൻഫോർമൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഇൻഫോർമൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻ എഡിഷൻ ടു ദ പബ്ലിക് ഇൻഫോർമൽ സിസ്റ്റം ദർ ഓൾസോ എക്സിസ്റ്റ് informal public system in order to provide benefits to all the persons in the organization who really need such information. Strict rules and procedures may not be found in such systems. Electronic mails,
telephone calls, conversation at public places in the organization, etc. are examples of public information system. അതായത് ഈ ഇൻഫോർമൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫോർമേഷൻസിന് നീഡി ആയിട്ടുള്ള, അതായത് ഇൻഫോർമേഷൻ നല്ലോണം ആവശ്യമുള്ള ആൾക്കാർക്കാണ്, ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ ആൾക്കാർക്കാണ് ഈ ഇൻഫോർമേഷൻസ് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് റൂൾസോ പ്രൊസീജിയേഴ്സോ ഒന്നുമില്ല. ഈ ഇലക്ട്രോണിക് മെയിൽസ്, ഇമെയിൽസോ കോൾസോ പബ്ലിക് പ്ലേസിൽ മീറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് ഇൻഫോർമേഷൻസ് കൊടുക്കുക. അപ്പം ഇതിന് റൂൾസോ പ്രൊസീജിയേഴ്സോ ഒന്നുമില്ല. ഇന്ന് നീഡി ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഫോർമൽ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. Besides these formal and informal public information system, there are also formal and informal private system in an organization. In the case of formal private system, information is under the custody of the individual owner and his staff. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഫോർമൽ പ്രൈവറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഈ ഡാറ്റ ഇൻഫോർമേഷൻ ഇൻഡിവിജ്വൽ ഓണേഴ്സിൻ്റെ കസ്റ്റഡിയിലായിരിക്കും ഉണ്ടാവുക. ഇൻഡിവിജ്വൽ ഓണേഴ്സിനും അവരുടെ സ്റ്റാഫ്സിനും മാത്രമേ ഈ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് പോലും ഈ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഫോർമൽ പ്രൈവറ്റ് ഇൻഫോർമേഷൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇൻഫോർമൽ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. Many individuals may maintain their own private information system for discharging their duties more effectively and efficiently. It is normally found that certain executives in an organization may collect valuable information from informal sources to make their decisions more accurate. They collect such type of information through their personal contact with the people. Such information might be very important and useful for decision making in certain occasions. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് ആൻഡ് മെനി ഇൻഡിവിജ്വൽസ് മേ മെയിൻറ്റെയിൻ ദെയർ ഓൺ പ്രൈവറ്റ് ഇൻഫോർമൽ സിസ്റ്റം ഫോർ ഡിസ്ചാർജിങ് ദെയർ ഡ്യൂട്ടീസ് മോർ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് ഇൻഫോർമൽ സിസ്റ്റം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്, ഇറ്റ് ഈസ് നോർമലി ഫൗണ്ട് ദാറ്റ് certain executives in an organization may collect valuable information from informal sources to make their decisions more accurate. എന്ന് പറയുമ്പം ഇത് അവരുടെ ഡ്യൂട്ടീസ് നല്ല എഫക്റ്റീവായിട്ടും എഫിഷ്യൻറ്റുമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇൻ ആൻ ഓർഗനൈസേഷൻ മേ കളക്ട് വാല്യുബിൾ ഇൻഫോർമൽ സിസ്റ്റം, അതായത് ഒരു ഓർഗനൈസേഷനിലെ എക്സിക്യൂട്ടീവ്സ് അവരുടെ ഡിസിഷൻസ് മോർ അക്യുറേറ്റ് ആവാൻ, കൂടുതൽ അക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇൻഫോർമൽ സോഴ്സസ് വഴി, വേറെ സോഴ്സസ് വഴി വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഇവരുടെ ഈ ഡിസിഷൻ മേക്കിംഗ് ഇത് നല്ലോണം മോർ അക്യുറേറ്റ്, ബാക്കിയെല്ലാത്തിനെക്കാട്ടിയും നല്ല ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇൻഫോർമൽ സോഴ്സസ് ആയിട്ട് ആ ഒരു വഴിയിലൂടെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ ഇത് എഫക്റ്റീവായിട്ടും ഇവരുടെ ഡ്യൂട്ടീസൊക്കെ എഫക്റ്റീവും എഫിഷ്യൻറ്റുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് സഹായിക്കും ഇത്. Such information might be very important and useful for decision making in certain occasions. ഇത്തരത്തിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ പല സാഹചര്യങ്ങളിലും നല്ല രീതിയിൽ ഉപകാരപ്പെടും. നല്ല ഡിസിഷൻ മേക്കിംഗ് പവറും ഉണ്ടാക്കാനും പിന്നെ ഒരു ഓർഗനൈസേഷൻ നല്ലപോലെ പോകാനും ഒക്കെ ഈ ഇൻഫർമേഷൻസ് സഹായിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ കൺസെപ്റ്റ്സ് ഓഫ് MIS ആയിട്ട് പറയാനുള്ളത്. ഈ 8 പോയിൻറ്റ്സാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എടുത്തതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ താങ്ക് യു.